നമസ്കാരം, എല്ലാവർക്കും രശ്മി സരൻ റെസിപ്പീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജ്യൂസിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നോമ്പുകാലൊക്കെ അല്ല, അപ്പൊ നമുക്ക് നല്ല എനർജി കിട്ടുന്ന രീതിയിൽ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസിന്റെ റെസിപ്പിയാണ്. നോമ്പുകാലത്ത് മാത്രമല്ല കേട്ടോ, നമുക്ക് നല്ല ചൂട് വന്ന സമയത്ത് ബോഡി ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഓറഞ്ചും എടുത്തിട്ടുണ്ട്, 3 ക്യാരറ്റും എടുത്തിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഓറഞ്ച് ഇന്ന ഓറഞ്ച് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഏത് ടൈപ്പ് ഓറഞ്ചാണ് ഉള്ളത് അതെടുക്കാം. അതേപോലെ തന്നെ ക്യാരറ്റ് കുറച്ച് മൂപ്പ് കുറവുള്ളതാണെങ്കിൽ നല്ലത്. ആദ്യം ഓറഞ്ചിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പിന്നെ അതിൽ കുരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കളഞ്ഞെടുക്കണേ. കാരണം കുരു പെട്ടിട്ടുണ്ടെങ്കിൽ ജ്യൂസിനൊരു കയ്പ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ തൊലിയും കുരുവും കളഞ്ഞെടുത്തിരിക്കുന്ന ഓറഞ്ച് ആദ്യം ഒന്ന് ജ്യൂസാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് ഓറഞ്ച് നമുക്ക് മിക്സിന്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം ഒന്ന് ഓറഞ്ച് മാത്രം ഒന്ന് ജ്യൂസാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഓറഞ്ച് നന്നായിട്ട് ജ്യൂസായി കിട്ടിയിട്ടുണ്ട്. ഒരു 10 സെക്കൻഡൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഓറഞ്ച് ജ്യൂസായി കിട്ടിയിട്ടുള്ള അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാരറ്റ് ജ്യൂസായി കിട്ടൂല. ക്യാരറ്റ് ഒന്ന് അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ തന്നെ അരയ്ക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു 3 എണ്ണം. അതേപോലെ ക്യാരറ്റ് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, 150 ഗ്രാം ഉണ്ട്. ഈ അളവിൽ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ, ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ പഞ്ചസാര താല്പര്യം ഇല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ തേൻ ഉപയോഗിക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന ക്യാരറ്റിനും ഓറഞ്ചിനൊക്കെ മധുരമല്ലേ വരുന്നത്, അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റിനും ചെറിയൊരു പുളിക്കും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ജ്യൂസിലേക്ക് ക്യാരറ്റും പഞ്ചസാരയും ചെറുനാരങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ കുറച്ചു നേരം അധികം ഒന്ന് അടിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെള്ളമൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ഒക്കെ അടിക്കുമ്പോഴേക്കും ക്യാരറ്റ് നന്നായിട്ട് അരഞ്ഞു വന്നോളേ, അല്ലെങ്കിൽ ക്യാരറ്റ് അരയുന്ന വരെ അങ്ങ് അടിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ക്യാരറ്റൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്, നന്നായിട്ട് ജ്യൂസായി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് ജ്യൂസ് നീട്ടിയെടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് 2-3 സെക്കൻഡ് കൂടി ഒന്ന് അടിച്ചെടുക്കാം. അതേപോലെ മധുരവും പുളിയൊക്കെ പാകത്തിനുണ്ടോന്ന് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ, പഞ്ചസാരയോ അതല്ലെങ്കിൽ ചെറുനാരങ്ങയോ. ഇതിപ്പോ എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ജ്യൂസ് ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുടിക്കാം, നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ടാകും. ഇനി അതല്ല, ഇതിൽ തരിയൊന്നും ഇഷ്ടമില്ലെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് കുടിക്കാം. ഒട്ടും കറിയില്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ജ്യൂസാണ് വേണ്ടതെങ്കിൽ നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പുണ്ടല്ലോ, ചെറിയ വെണ്ണയുള്ള, അതിൽ കൂടെ അരിച്ചെടുക്കാം. ഇനി അതല്ല, കുറച്ചും കൂടെ ഓറഞ്ചിന്റെ അതേപോലെ തന്നെ ക്യാരറ്റിന്റെ ഒക്കെ തരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിപ്പമുള്ള കണ്ണിയുള്ള വലിയ ജ്യൂസ് അരിക്കുന്ന അരിപ്പയെ കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 750 ml ജ്യൂസ് ഉണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. 2 വലിയ ഗ്ലാസ്സിലേക്കുള്ള ജ്യൂസ് ഉണ്ടാവേ. 2 ഗ്ലാസ്സിലേക്ക് ഞാനൊരു 3 ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഐസ് ക്യൂബ് ഇടണമെന്നില്ല കേട്ടോ, കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന പഞ്ചസാര 5 ടേബിൾ സ്പൂണാണ്, പാകത്തിലുള്ള ഒരു മധുരമാണ്. അപ്പൊ അത് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു 3 ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് കുതിർത്ത ചിയാ സീഡും കൂടെ ചേർക്കുന്നുണ്ട്. ചിയാ സീഡ് നല്ലൊരു കൂളിംഗ് ഏജന്റ് ആണ്. നമ്മൾ ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ചിയാ സീഡ് കുതിർത്തതും കൂടെ ചേർക്കുകയാണെങ്കിൽ ജ്യൂസ് കഴിക്കുന്ന സമയത്ത് നല്ല തണുപ്പായിരിക്കും നമുക്ക് തോന്നുക. ജ്യൂസ് കുടിക്കുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ, ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാലും കുറെ നേരത്തേക്ക് ആ ഒരു ചിയാ സീഡിന്റെ ഒക്കെ കൂളിംഗ് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകും. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണൊക്കെ ചിയാ സീഡ് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചാൽ മതി. ജ്യൂസൊക്കെ ആയി വരുമ്പോഴേക്കും ചിയാ സീഡ് നന്നായിട്ട് കുതിർന്നു വന്നോളൂ. ഇനി കുതിർത്തിയെടുത്തിരിക്കുന്ന ചിയാ സീഡ് ഓരോ ടേബിൾ സ്പൂൺ വീതം നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. വേണ്ടവർക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയോ ഒരു വരി ഏലക്കയൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ലതായിരിക്കും. പക്ഷെ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, ഇത് കുറച്ചും കൂടി ഒരു നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ തണുത്ത വെള്ളം ചേർത്തിട്ടായിരുന്നു അടിച്ചെടുത്തിരുന്നത്. ഇനി ഇതിലും കൂടുതൽ തണുപ്പ് ജ്യൂസിന് വേണമെന്നുണ്ടെങ്കിൽ
നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓറഞ്ച് ക്യാരറ്റ് ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്തിട്ട് ജ്യൂസ് ആക്കിയാൽ മതി. അതേപോലെ തന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് 2-3 ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ജ്യൂസിന് നല്ല തണുപ്പുണ്ടാകും. അപ്പൊ ഈ ഒരു ജ്യൂസിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പൊ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.